മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. ഇപ്പോൾ ഇതാ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസംഗത്തിനിടെ വീഡിയോഗ്രാഫറെ സ്ഥാനാർത്ഥി മാറ്റി നിർത്തിയത് എന്തിന് എന്നും വീഡിയോഗ്രാഫർ തിരഞ്ഞെടുപ്പ് നിരീക്ഷക സംഘാംഗമാണോ എന്ന ചോദ്യങ്ങളുമായി നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല, നവകേരള സദസ്സിൽ പരാതി കൊടുത്തതിന് പിരിച്ചുവിട്ടു, മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവും സംസ്ഥാന സർക്കാരിന് ചോദ്യമായി മാറും. കോഴിക്കോട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇളമരം കരീം നളന്ദ ഓഡിറ്റോറിയത്തിൽ പങ്കെടുത്ത കായിക സംവാദത്തിൽ മന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം ചിത്രീകരിച്ച വീഡിയോ ക്യാമറാമാനെ സംഘാടകർ ഗ്രീൻ റൂമിലേക്ക് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടുപോയി. അരമണിക്കൂറിന് ശേഷമേ പുറത്തേക്ക് വിട്ടുള്ളൂ. കോഴിക്കോട് ഒരു നല്ല രാജ്യാന്തര സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ ഇടത് സർക്കാർ നിശ്ചയിച്ച വിവരം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ് എന്ന് മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞ് നിമിഷങ്ങൾക്കകമാണ് വീഡിയോഗ്രാഫറെ സ്ഥാനാർത്ഥിയും സഹപ്രവർത്തകരും അകത്തേക്ക് കൊണ്ടുപോയത്. വേദിയിലുണ്ടായിരുന്ന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ തൊട്ടടുത്തുള്ള ഇടത് സ്ഥാനാർത്ഥി ഇളമരം കരീമിന് വീഡിയോഗ്രാഫറെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതിനെ തുടർന്ന് അദ്ദേഹം എഴുന്നേറ്റുവന്ന വീഡിയോഗ്രാഫറെ ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അല്പസമയത്തിനകം വീഡിയോഗ്രാഫർ പുറത്തേക്ക് വന്ന് തനിക്കൊപ്പം വന്ന മറ്റൊരാളെ അകത്തേക്ക് വിളിച്ചു. 5:53 അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ വീഡിയോഗ്രാഫറെ പ്രസംഗത്തിന് ശേഷം 6:24 പുറത്തേക്ക് വിട്ടത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടന്നെന്ന സംശയത്തെ തുടർന്നാണ് വീഡിയോഗ്രാഫറെ കൂട്ടിക്കൊണ്ടുപോയതെന്നും ക്യാമറയിലെ വീഡിയോ പരിശോധിച്ച ശേഷമാണ് പുറത്തേക്ക് വിട്ടതെന്നുമാണ് സൂചന. സ്പോർട്സ് ഫ്രട്ടേണിറ്റി എന്ന പേരിൽ പുതുതായി തുടങ്ങിയ കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിച്ചത്. അവിടെ കൊണ്ട് തീർന്നില്ല. എറണാകുളം റവന്യൂ ടവറിന് സമീപം മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി യുവാവ്. ഭവന നിർമ്മാണ ബോർഡിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന സൂരജാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഭവന നിർമ്മാണ ബോർഡിൽ നിന്നും അടുത്തിടെ പിരിച്ചുവിട്ട താൻ ഉൾപ്പെടെയുള്ള 13 പേരെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു തിങ്കളാഴ്ച രാവിലെ സൂരജിന്റെ ആത്മഹത്യാ ഭീഷണി. തീരുമാനം പുനഃപരിശോധിക്കാമെന്ന റവന്യൂ മന്ത്രി കെ രാജന്റെ ഓഫീസിൽ നിന്നും ഉറപ്പു ലഭിച്ചതിനു ശേഷമാണ് ഇയാൾ താഴെ ഇറങ്ങിയത്. പ്രതിദിനം 100 രൂപ ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് തങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതെന്ന് സമരക്കാർ ആരോപിക്കുന്നു. CPI ട്രേഡ് യൂണിയൻ സംഘടനയായ AITUCയുടെ നേതൃത്വത്തിലാണ് സമരം. മന്ത്രിസഭയിൽ CPI കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് റവന്യൂ. പ്രതികാര നടപടി പിൻവലിക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജനോട് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നെന്നും എന്നാൽ നടപടികളൊന്നും ഉണ്ടായില്ലെന്നും തൊഴിലാളികൾ പറഞ്ഞു. ഇതേ തുടർന്ന് 25 മുതൽ KSEU, AITUC സംഘടനകളുടെ നേതൃത്വത്തിൽ എറണാകുളം റവന്യൂ ടവറിന് മുന്നിൽ റിലേ നിരാഹാര സമരം ആരംഭിച്ചിരുന്നു. ഇതിനിടെയാണ് സൂരജ് മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്.